സംസ്ഥാനത്ത് കർഷക ക്ഷേമനിധിയുടെ ആനുകൂല്യം നൽകുന്നതിൽ കാലതാമസമുണ്ടായെന്ന് തുറന്ന് സമ്മതിച്ച കൃഷിമന്ത്രി പി പ്രസാദ്. യോഗ്യരായ കർഷകരെ കണ്ടെത്തി ആനുകൂല്യം നൽകുമെന്ന് കൃഷിമന്ത്രി സഭയിൽ പറഞ്ഞു. സർ, കർഷക ക്ഷേമനിധി ബോർഡ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. അംഗങ്ങളെ രജിസ്റ്റർ ചെയ്യിക്കുന്ന നടപടികളിലേക്കും ഏർപ്പെട്ടു. എന്നാൽ അതിൻ്റെ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിനകത്ത് വളരെ വേഗത്തിൽ കർഷക ക്ഷേമനിധിയുടെ കാര്യത്തിൽ എന്താണോ ഈ ഗവൺമെൻറ് നേരത്തെ പറഞ്ഞിരുന്നത് ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല. കർഷക ക്ഷേമനിധി ബന്ധപ്പെട്ട കർഷകർക്ക്, യോഗ്യരായ കർഷകർക്ക്, അതിൽ ക്ഷേമനിധി അംഗങ്ങളാകുന്ന കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതിന് പ്രകാരം തന്നെ മുമ്പോട്ട് പോകാനാണ് സർക്കാർ ആലോചിച്ചിരിക്കുന്നത്. ആ കാര്യം ഫലപ്രദമായി നടപ്പിലാക്കുകയും ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അംഗീകരിക്കുന്നു. ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് കാലതാമസം ഉണ്ടായത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. രജിസ്ട്രേഷൻ നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നിട്ടുണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനവും ഉണ്ടായി ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാക്കി അതിനെ മാറ്റുന്നതായിരിക്കും.